ബസ്സിലെ കണ്ടക്ടർ എന്നുള്ള ജോലി ഒരു വലിയ ജോലിയായിട്ട് ആളുകൾ കണക്കാക്കിയിട്ടില്ല. ബസ്സിലെ കണ്ടക്ടറാണെന്ന് പറഞ്ഞാൽ അത്ര ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള ജോലി, സ്റ്റാൻഡേർഡ് എന്നല്ല, അങ്ങനെ വലിയ ഡോക്ടർ എഞ്ചിനീയർ പോലെ എന്നുള്ള ഒരു ജോലിയായിട്ട് കണക്കാക്കിയിട്ടില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് എന്നും പിന്നെ കണ്ടക്ടർ എന്നുള്ള ആളെ ഞാനൊരു അത്ഭുതത്തോടെ നോക്കുന്ന ഒരു ആളാണ്. എന്ന് വെച്ചാൽ മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ഒരാളാണ് ഈ കണ്ടക്ടർ എന്ന് പറഞ്ഞ ആൾ. ഡോക്ടറാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ഒക്കെ അവരുടെ ജോലികൾ അവരൊരു സ്ഥലത്തിരുന്ന് ചെയ്താൽ അത് മതി. പക്ഷേ ഈ കണ്ടക്ടർ എന്ന് പറഞ്ഞ ആൾക്ക് ഒന്നാമത് അവർക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്ഥലത്ത് നിൽക്കാനോ ഇരിക്കാനോ പറ്റില്ല. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിലാണ് അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. വണ്ടി ബ്രേക്ക് ഇടുന്നു, പിന്നെ കുഴിയിൽ ചാടുന്നു, അങ്ങനെ പല പല സംഭവങ്ങൾ നടക്കുമ്പോഴും ഈ കമ്പിയിൽ ചാരി നിന്നിട്ടാണ് അവരവരുടെ ജോലി നടത്തിക്കൊണ്ടു പോകുന്നത്. പിന്നെ അതുകൂടാതെ അവർക്ക് പൈസ വാങ്ങണം, ബാക്കി കൊടുക്കണം, പിന്നെ ആളുകൾ കയറുന്നുണ്ടോ ഇറങ്ങുന്നുണ്ടോ എന്നത് ശ്രദ്ധിക്കുകയും കൂടി വേണം. പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ ആകുമ്പോൾ അതിന് കിളി ഉണ്ട്, മുമ്പിലത്തെ ഡോറിലും പുറകത്തെ ഡോറിലൊക്കെ കിളിയുണ്ട്, അവർ നോക്കിക്കോളും കയറുന്ന ഇറങ്ങുന്നൊക്കെ. ഡ്രൈവർക്ക് ഓടിച്ചാൽ മാത്രം മതി, അയാൾക്ക് അയാളുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അയാൾ വണ്ടി ഓടിച്ച് അപകടമൊന്നുമില്ലാതെ യാത്രക്കാരെല്ലാം അവിടെ സ്ഥലത്തെത്തിക്കുക എന്ന് മാത്രമേ ഡ്രൈവർക്ക്. നിർത്തേണ്ട ശബ്ദം കേൾക്കുമ്പോൾ അവിടെ നിർത്തുക, അത് മാത്രമേ ഡ്രൈവർക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഈ കണ്ടക്ടറാണ് ആളുകളുടെ ഇടയിൽ കൂടി നുഴഞ്ഞു കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എല്ലാവരുടെ ഇടയിൽ കൂടി പോകണം. എല്ലാ ആൾക്കാരെയും കണ്ടുപിടിച്ച്, ഒരാളെ മിസ് ചെയ്യാതെ എല്ലാവരെയും കണ്ടുപിടിച്ച് എല്ലാവരുടെയും കയ്യിൽ ടിക്കറ്റ് ചോദിച്ച് ആ സ്ഥലത്തേക്കുള്ള ടിക്കറ്റ് കൊടുക്കണം. കറക്റ്റായിട്ട് പൈസ അവർ ചിലർ 500, 1000 ഒക്കെ നോട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെയൊക്കെ ചില്ലറ കൃത്യമായി അവർക്ക് തിരിച്ചു കൊടുക്കുകയും വേണം. എന്നിട്ട് ബാക്കി ആളുകളെ ആരെങ്കിലും ഒഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് നോക്കണം. പിന്നെ ചില ബസ്സുകളിലൊക്കെ, സ്റ്റേറ്റ് ബസ്സുകളിലൊക്കെ കണ്ടക്ടർ മാത്രമല്ലേ ഉള്ളൂ, കിളികളൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ കണ്ടക്ടർ തന്നെയാണ് ആളുകളെ കയറ്റുന്നതും ഇറക്കുന്നതും സ്ഥലമായൊന്ന് നോക്കുന്നതും. ചില ആൾക്കാർ പറയും ആ സ്ഥലമാകുമ്പോൾ പറയണേ, എനിക്കറിയില്ല സ്ഥലം എവിടെയാണെന്നുള്ളത്. അപ്പോൾ ആ സ്ഥലമാകുമ്പോൾ ഈ യാത്രക്കാരോട് പറയണം ആ സ്ഥലം എത്തി എന്ന് പറയേണ്ടതും ഇയാൾ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ ചില്ലറ കൊടുക്കൽ, പൈസ വാങ്ങൽ, ആളുകൾ ഇറങ്ങുന്നത്, അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും യാത്രക്കാർ കശപിശകളുണ്ടെങ്കിൽ അതിൽ ശ്രദ്ധിക്കൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് നടത്തുന്ന ഒരാളാണ് ഈ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് എനിക്കെപ്പോഴും കണ്ടക്ടർ ഒരു അത്ഭുത ജീവി തന്നെയാണ്. ഞാനെപ്പോഴും അയാൾ അത്ഭുതത്തോടെ നോക്കാറുണ്ട്. പക്ഷെ ഇന്നത്തെ ഇത് വ്യത്യാസപ്പെട്ടു. പണ്ടത്തെ പോലത്തെ ടിക്കറ്റ് മുറിക്കലല്ല, അവർ ആ മെഷീനിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഗൂഗിൾ പേ ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ കണ്ടക്ടർമാർക്ക് എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ പണി ഒരുപാട് എളുപ്പമായി. എങ്കിലും കണ്ടക്ടർമാർക്ക് പക്ഷേ ഇത്രയൊക്കെ അവർ ജോലികൾ ചെയ്തിട്ടും അവർക്കൊരു വലിയൊരു വില കിട്ടുന്നതായിട്ട് കണ്ടിട്ടില്ല. കണ്ടക്ടർ എന്താണ് ജോലി എന്ന് വെച്ചാൽ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടർ അത്ര എന്നല്ലാതെ ഇത്രയും സംഭവങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യുന്ന ഒരു മഹാനായ മനുഷ്യനാണോ ഇയാൾ എന്നുള്ളൊരു കൺസിഡറേഷൻ അയാൾക്ക് കിട്ടാറില്ല, അല്ലേ?